ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആപ്പ് ബക്കറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റായ ഫേസ്ബുക്കിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും തന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്. ഇന്ന് ഫേസ്ബുക്ക് ഹാക്കിംഗ് എന്ന ഒരു രംഗവും വളരെ സജ്ജമാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പോൾ ഹാക്ക്ഡ് ആണോ അല്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയില്ല. ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് സുരക്ഷിതമാക്കി വയ്ക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക്ഡ് ആണോ അല്ലയോ എന്നറിയാനായിട്ട് നിരവധി ആപ്സും നിരവധി സൈറ്റ്സൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക്ഡ് ആണോ എന്നറിയാനായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡിയും നിങ്ങളുടെ ഫേസ്ബുക്ക് പാസ്വേഡൊക്കെ അതിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾ ഹാക്കേഴ്സിന് അവരുടെ പണി കുറച്ച് എളുപ്പമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ പാസ്വേഡ് അവർ കഷ്ടപ്പെട്ട് ഹാക്ക് ചെയ്തെടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് അവർ കഷ്ടപ്പെട്ട് ഹാക്ക് ചെയ്ത് എടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ നേരിട്ട് ഇതുപോലത്തെ സൈറ്റ്സ് സന്ദർശിച്ച് അവിടേക്ക് നിങ്ങൾ തന്നെ കയറി ചെന്ന് നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡും നേരിട്ട് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഒരു 90% ആപ്സും സൈറ്റ്സും ഫേക്കാണ്. അതായത് ഹാക്കേഴ്സിൻ്റെ തന്നെ സൈറ്റ്സും ആപ്സൊക്കെയാണിത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള ആപ്സ് യൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് തന്നെയാണ് പ്രോബ്ലം വരുന്നത്. ഒരാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ച് ഒരു ഹാക്കറിന് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഫേസ്ബുക്ക് എന്ന ഒരു സംഭവം, ഒരു നെറ്റ്വർക്ക് നമ്മൾ തന്നെ സുരക്ഷിതമായിട്ട് വയ്ക്കുക. നിങ്ങളുടെ ഫേസ്ബുക്ക് ഇപ്പോൾ ഹാക്ക്ഡ് ആണോ എന്നറിയാനായിട്ട് ഫേസ്ബുക്കിൽ തന്നെ കുറച്ച് ടിപ്സ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇവിടെ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ക്രോമിലൂടെ. ഓക്കെ, ഓപ്പൺ ആയി കഴിഞ്ഞ് ഈ ടോപ്പിൽ റൈറ്റിലായിട്ട് നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ കഴിയും. അവിടെ നിങ്ങൾ സെറ്റിങ്സിലേക്ക് പോവുക. നിങ്ങൾ ഫോൺ വഴിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെയിം സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ കമ്പ്യൂട്ടറിലൂടെ കാണിക്കുന്നത്. ഞാൻ ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തു. സെറ്റിങ്സിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ കഴിയുന്നത് ജനറൽ എന്നൊരു, ലെഫ്റ്റ് സൈഡിലായിട്ട് ജനറൽ എന്നൊരു മെനു, അങ്ങനെ കുറച്ച് മെനു നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ ജനറൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആണ് ഈ റൈറ്റ് സൈഡിൽ വരുന്നത്. ജനറൽ താഴെയായിട്ട് സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ എന്നൊരു മെനു കാണാൻ കഴിയും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളിവിടെ കാണുന്നത് വേർ യു ആർ ലോഗ്ഡ് ഇൻ എന്ന് പറഞ്ഞൊരു മെനു കാണാൻ കഴിയും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ലോഗിൻ ആയിരിക്കുന്ന 2 സ്ഥലങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. വിൻഡോസ് PC അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് കോഴിക്കോട് വെച്ച് ഞാൻ ലോഗിൻ ആണ്. അതുപോലെ തന്നെ വിൻഡോസ് PC മലപ്പുറത്ത് വെച്ച് ഞാൻ ലോഗിൻ ആണ്. ആ ടൈമും അത് ഏത് ബ്രൗസറിലൂടെയാണ്, കമ്പ്യൂട്ടറിലൂടെയാണോ മൊബൈലിലൂടെയാണോ ആൻഡ്രോയിഡ് ആണോ വിൻഡോസ് ആണോ, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരും. അപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങളാണോ ആ സമയത്ത് ലോഗിൻ ആയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആരെങ്കിലും യൂസ് ചെയ്യണ്ടോ എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സെറ്റിങ്സിൽ കയറി ഇതൊക്കെ നോക്കുക. ഇതൊക്കെ നോക്കിക്കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അക്കൗണ്ട് ഹാക്കഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചേഞ്ച് പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഈ പാസ്വേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയുള്ള 4-5 ലെറ്റേഴ്സുള്ള പാസ്വേഡ് ഒരിക്കലും അങ്ങനെ യൂസ് ചെയ്യുന്ന വഴി അവർക്ക്, ഹാക്കേഴ്സിന് അത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. ശരിക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്സ് യൂസ് ചെയ്യുക. ഓക്കെ, താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് സെറ്റിങ്സ് ആപ്പ് എക്സ്ട്രാ സെക്യൂരിറ്റി എന്ന് കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് ഗെറ്റ് അലേർട്ട്സ് അബൌട്ട് അൺറെക്കഗ്നൈസ്ഡ് ലോഗിൻസ് എന്നാണ് മെനു കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻസ്, ഗെറ്റ് നോട്ടിഫിക്കേഷൻസ്, ഡോണ്ട് ഗെറ്റ് നോട്ടിഫിക്കേഷൻ, അങ്ങനെ 2 മെനു കാണാൻ കഴിയും. അവിടെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ആരെങ്കിലും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഫേസ്ബുക്കിൽ. രണ്ടാമത്തെയാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇതെന്തായാലും ടേൺ ഓണാക്കി വയ്ക്കുക. നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളല്ല, ആര് ലോഗിൻ ചെയ്താലും നിങ്ങൾ തന്നെയാണ് ലോഗിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ലോഗിൻ ചെയ്തത്, അല്ലെങ്കിൽ ഒരു ഹാക്ക് ചെയ്ത അക്കൗണ്ടിലൂടെ ഒരു ഹാക്കറാണ് ലോഗിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക്, നിങ്ങൾ ഫേസ്ബുക്കിൽ ഫോൺ നമ്പർ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫോൺ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഈ ടെക്സ്റ്റ് മെസ്സേജ് അലേർട്ട്സ് ഓൺ ആക്കി വയ്ക്കുക.
ഇത് ഓണാക്കുന്നത് വഴി നിങ്ങളുടെ ഫേസ്ബുക്കിൽ ആര് ലോഗിൻ ചെയ്താലും ആ സെക്കൻഡ് തന്നെ ഇന്ന സമയത്ത് ഇന്ന അക്കൗണ്ടിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ ലോഗിൻ ആണെന്ന് പറഞ്ഞൊരു മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വരും. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്നത് ഞാനാണോ ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്, അതല്ല എൻ്റെ അക്കൗണ്ട് വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഓണാക്കിയിട്ട് സേവ് ചേഞ്ചസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിത് നേരത്തെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ എന്നോട് പാസ്വേഡ് ചോദിക്കാത്തത്. അപ്പോൾ നിങ്ങളിങ്ങനെ സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഈ 2 സ്റ്റെപ്സും ഈ 2 ട്രിക്സും നിങ്ങൾ ഓണാക്കി വെക്കുക. ഓക്കെ, ഈ 2 ട്രിക്സ് നിങ്ങൾ ഓണാക്കി സേവ് ചെയ്ത് വെക്കുക. ഇത് ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ അക്കൗണ്ട് മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് ഹാക്കഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ തന്നെ നിങ്ങളുടെ പാസ്വേഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ശരിക്കും ഡിഫിക്കൽട്ടല്ല പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ കുറച്ച് ദിവസം നോക്കുക. അപ്പോഴും ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക. അതല്ലാതെ ആ അക്കൗണ്ട് ഒരിക്കലും പിന്നെ വെച്ചുകൊണ്ടിരിക്കില്ല. പിന്നെ നിങ്ങൾക്ക് അതിലും കൂടുതൽ പ്രശ്നങ്ങൾ പിന്നെ അതിലൂടെ ഉണ്ടാവും. ഒരു ഹാക്കറിന് ഫേസ്ബുക്കിലൂടെ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുക, അക്കൗണ്ട് കളയുക. പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടും അത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല രസകരമായ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.